ഞാനിവിടെ ചൂട് കെട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ബട്ടറിനെ നെയ്യാക്കി എടുക്കുന്നൊരു പ്രക്രിയയാണ് ഇപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കാലം മുന്നേ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു നാദക്കിൻ്റെ ബട്ടറാണ്. എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ ഞാനിത് നെയ്യാക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത് വേഗം മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഏതായാലും തീ ഓണാക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് വേഗം തന്നെ ഉരുകി കിട്ടും. തണുപ്പ് പോയതുകൊണ്ട് തന്നെ ഉരുകിയെടുക്കുന്ന പ്രോസസ്സ് പെട്ടെന്നാകും. ഇത് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ മുകളിൽ ഇങ്ങനെ പതമായിട്ട് വന്ന് നിൽക്കും. നമുക്ക് സ്പൂൺ കൊണ്ട് ഒരു അരികിലേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് പറ്റുന്ന പോലെ ചെറിയൊരു അരിപ്പയിലേക്ക് എടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ അരിപ്പയാണെങ്കിൽ അതിന് ബെസ്റ്റാണ്. ഇതിൽ കിടന്നിട്ട് കരിഞ്ഞ് പോയിട്ട് നെയ്യിൻ്റെ നിറം മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ പാത്രത്തിൽ നിന്ന് അരിപ്പയിലേക്ക് എടുക്കുന്നത്. ഇങ്ങനെ മുകളിൽ വെച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അരിപ്പ വേഗം മാറ്റണം കേട്ടോ. അപ്പോൾ പിന്നെ സ്പൂൺ കൊണ്ട് ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു തവി വെച്ചിട്ട് എടുക്കാവും. അല്ലെങ്കിൽ പിന്നെ സ്ട്രെയിനർ അതിനകത്തേക്ക് ഇട്ടിട്ട് പതുക്കെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഈ പതയെല്ലാം അരിപ്പയിലേക്ക് നീക്കി കൊടുക്കാം. ഞാനങ്ങനെ അരിപ്പയിലേക്ക് നീക്കിയാണ് ലാസ്റ്റ് എടുത്തത്. ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ബട്ടറിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നിന്നുള്ളൊരു പൊരിയലിൻ്റെ ശബ്ദമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവാനുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോഴും പതയൊക്കെ ഇത്ര ചെറുതായിട്ടുള്ളൂ. അപ്പോൾ ഇത് കോരി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കരിഞ്ഞൊരു ടേസ്റ്റോ കളറോ ഒന്നും വരില്ല. ഇനി നിങ്ങൾക്ക് നല്ല മഞ്ഞ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അവസാന നിമിഷം ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അംശമൊക്കെ പൊട്ടിപ്പരിഞ്ഞ് കഴിഞ്ഞു. ഞാൻ കംപ്ലീറ്റ് പതയൊക്കെ ഇതേപോലെ ഊറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റോറിംഗ് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ തൽക്കാലം ഈ പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിക്ക് ലേശം കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയ സമയത്ത് അരിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് അരിപ്പ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം അരിപ്പ ഉപയോഗിച്ചാൽ മതി. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.